അനൗൺസ്മെന്റ് മുതൽ തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമാണ് വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഇന്ന് തിയേറ്ററുകളിലെത്തിയ ഖലീഫ. ഓണത്തിന് ദുൽഖർ ചിത്രം ഐ ആം ഗെയിമിനും നിവിൻ പോളി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റിനും ഒപ്പം ക്ലാഷ് റിലീസായി ഖലീഫ എത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നതു മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാള സിനിമാ ലോകം. ഐ ആം ഗെയിം ക്ലാഷിൽ നിന്നും പിന്മാറിയെങ്കിലും മോഹൻലാൽ ക്യാമിയോ റോളിലെത്തുന്ന മാസ് ആക്ഷൻ ചിത്രമായ ഖലീഫ കൊണ്ട് ഓണം കളറാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം. പ്രീ റിലീസ് അഭിമുഖങ്ങളൊന്നുമില്ലാതെ ട്രെയിലറും ടീസറും മറ്റ് അപ്ഡേറ്റുകളും കൊണ്ട് തിയേറ്ററുകളിലെത്തിയ ഖലീഫ ഒരു അൺഅപ്പോളജറ്റിക് ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ത്രില്ലറാണെന്നായിരുന്നു പൃഥ്വിരാജ് തന്റെ കഴിഞ്ഞ ചിത്രം ഐ നോബഡിയുടെ റിലീസിൽ പറഞ്ഞത്. മലയാള സിനിമയുടെ ആദ്യ 100 കോടി സമ്മാനിച്ച സംവിധായകൻ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നതും ചിത്രത്തിന് വലിയ പ്രതീക്ഷ സമ്മാനിച്ചിരുന്നു. എന്നാൽ ലഭിച്ച ഹൈപ്പുകളോടും പ്രതീക്ഷകളോടും പൂർണ്ണമായി നീതി പുലർത്താൻ സാധിക്കാത്ത വിധത്തിൽ ഒരു സ്ഥിരം ടെംപ്ലേറ്റിൽ അഥവാ ക്ലീശയിൽ മാത്രം ഖലീഫ ഒതുങ്ങിപ്പോകുകയായിരുന്നെന്ന് കാണാം. കോഴിക്കോട് കൊടുവള്ളി പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രം ട്രെയിലറിൽ സൂചന നൽകിയതുപോലെ ആമിർ അലി എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പറയുന്നത്. തുടർന്ന് ശത്രുക്കളിൽ നിന്നും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റ് പ്രതിസന്ധികളുമാണ് ഖലീഫയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഞ്ജു ശിവറാം അവതരിപ്പിച്ച ആമിർ അലിയുടെ ഉറ്റ സുഹൃത്തായ സമദിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് മാമ്പറക്കൽ യൂനുസ് അലിയുടെ ഏക മകനായ ആമിർ അലി എങ്ങനെ അന്താരാഷ്ട്ര ക്രിമിനലായി എന്ന് സമദിന്റെ വിവരണത്തിലൂടെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് പൃഥ്വിരാജിന്റെ 20കളിലെ ലുക്കും ചിത്രത്തിലെ റൊമാൻസ് പോർഷനുകളും കാണിച്ചിരിക്കുന്നത്. നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സീനിൽ തന്നെ നായക കഥാപാത്രം നായികയോട് പറയുന്ന ഡയലോഗുകളെ ക്രിഞ്ച് എന്ന ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. തുടർന്ന് ജെയ്ക്സ് ബിജോയുടെ സംഗീത സംവിധാനത്തിലൂടെ വൈറലായ അസലായവളെ എന്ന ഗാനത്തിലൂടെ ഈ ഭാഗങ്ങൾ വൈശാഖ് വൃത്തിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഭരണകക്ഷിയുടെ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും രഞ്ജി പണിക്കർ അവതരിപ്പിച്ച യൂനുസ് അലിക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളും തുടർന്ന് മൈസൂരെ സേട്ടുവിന്റെ സഹായത്തോടെ ആമിർ സ്വർണ്ണക്കടത്തിലേക്ക് ഇറങ്ങുന്നതും കാണാം. പിന്നീട് അങ്ങോട്ടുള്ള പല സീനുകളും സൂര്യയുടെ ഹിറ്റ് ചിത്രം അയനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ആദ്യ പകുതിയിൽ വന്നു പോകുന്നുണ്ട്. ഖലീഫയുടെ ആദ്യ പകുതിയിൽ തന്നെ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന ഹംസ, ഷമി തെലകൻ അവതരിപ്പിക്കുന്ന പാർട്ടി അധ്യക്ഷൻ പുന്നവേൽ രാഘവൻ, നീൽ നിതിൻ മുകേഷ് അവതരിപ്പിച്ച ഹാരിസ് ബഷീർ തുടങ്ങിയവരെയെല്ലാം സംവിധായകൻ അവതരിപ്പിക്കുന്നുണ്ട്. സ്ഥിരം ടൈലർ മെയ്ഡ് റോളിൽ ഈ അഭിനേതാക്കളെല്ലാം തന്നെ അവരുടെ ഭാഗം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും തന്നെ ചെയ്യാനുള്ള സ്പേസ് ചിത്രത്തിൽ ഇവർക്കില്ല. ഒരു പക്ക ആക്ഷൻ ചിത്രമായിരിക്കും ഖലീഫ എന്ന അനൗൺസ്മെന്റ് മുതൽ തന്നെ അറിയാമായിരുന്നുവെങ്കിലും 10-20 പേരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്ന നായകനെ മലയാളി പ്രേക്ഷകർക്ക് മടുത്തിട്ട് ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ആയി എന്ന കാര്യം സംവിധായകൻ മറന്നതായിരിക്കും എന്ന് വേണം കരുതാൻ. ലണ്ടനിൽ വെച്ചുള്ള സ്റ്റൈലിഷ് ഫൈറ്റിൽ പോലും കാര്യമായ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ സാധിക്കാത്തതും ഈ നിർവികാരത കാരണമാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ജയിലിനുള്ളിൽ എല്ലാ മുന്നൊരുക്കങ്ങളുമായി എത്തിയിട്ടും പൃഥ്വിരാജിന്റെ നായക കഥാപാത്രം വില്ലന്മാരെ അടിച്ചിട്ട് എളുപ്പത്തിൽ വിജയിയാകുന്നത് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന മൊത്തം ഇമ്പാക്റ്റിനെയും ബാധിക്കുന്നുണ്ട്. ഖലീഫയിൽ പ്രേക്ഷകരിൽ നിന്നും ആത്മാർത്ഥമായ കയ്യടി ലഭിച്ചതും ഈ രംഗത്തിന് തന്നെ. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് വലിയ വിവാദമായ സ്വർണ്ണക്കടത്തിനെ ഖലീഫയിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ സംവിധായകൻ പ്ലേസ് ചെയ്തതും ശ്രദ്ധേയമാണ്. തുടർന്ന് പാർട്ടി അധ്യക്ഷൻ പുന്നവേൽ രാഘവന് സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നതടക്കം ചിത്രത്തിലെ പല പരാമർശങ്ങളും ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്നതാണ്. ആദ്യ പകുതിയിൽ കളമൊരുക്കാൻ സംവിധായകന് സാധിച്ചെങ്കിലും ഇതിനെ വേണ്ട രീതിയിൽ രണ്ടാം പകുതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ് ഖലീഫയിലെ പ്രധാന പോരായ്മയെന്ന് കാണാം. രണ്ടാം പകുതിയിലെ ഓരോ രംഗവും കഴിയുമ്പോൾ കാത്തിരുന്നത് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ രംഗപ്രവേശനത്തിനായിരുന്നു. എന്നാൽ ടെയിൽ എൻഡിൽ ഊതിയുയർപ്പിച്ച അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈപ്പിൽ സെറ്റ് ചെയ്ത കഥാപശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചൊരു ആവേശവുമില്ലാതെ മോഹൻലാലിന്റെ അഹമ്മദ് അലി എന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്തത് ആവശ്യമായിരുന്നോ എന്ന ചോദ്യം ചിത്രം കണ്ടിറങ്ങുന്നവരിൽ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. ഒപ്പം സർപ്രൈസ് ക്യാമിയോ ആയി എത്തിയ മലയാളത്തിലെ മറ്റ് 2 ലീഡിംഗ് അഭിനേതാക്കളും ഖലീഫയിൽ അധികപ്പറ്റാണെന്ന് തോന്നും. സിനിമയെയും പ്രേക്ഷകരെയും ഏറ്റവും അടുത്ത് മനസ്സിലാക്കുകയും ലൂസിഫറും എമ്പുരാനും പോലെ 2 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിക്കുകയും ചെയ്ത പൃഥ്വിരാജ് താൻ നായകനായ ചിത്രങ്ങളുടെ കഥയെക്കുറിച്ചും അതിന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചും ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 20 പേരെ ഒറ്റയ്ക്കിടിക്കുന്ന നായകനെ ഇഷ്ടപ്പെടുന്ന തെലുങ്ക് തമിഴ് ഓഡിയൻസിൽ നിന്നും മലയാളികളുടെ ആസ്വാദന തലം ഒരുപാട് വ്യത്യസ്തമാണ്. ഖലീഫയെക്കുറിച്ച് പുറത്തുവരുന്ന ഭൂരിപക്ഷ അഭിപ്രായം ഇതാണെന്നിരിക്കെ നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ ആശ്രയിച്ചായിരിക്കും ഖലീഫയുടെ വിജയവും പരാജയവും.